നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഡ്രസ് എടുക്കാൻ പോകുമ്പോ ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് യവനെ കാണുന്നില്ലല്ലോ. എവിടെ പോയത് അവൻ? നിശ്ചയത്തിന് ആതിര ചേച്ചിക്ക് കൈമാറേണ്ട സാരി നല്ല പട്ടിന്റേത് തന്നെ വേണം. അല്ലാതെ വല്ല ചീപ്പ് സാരിയും കൊണ്ട് പോയാ എല്ലാവർക്കും നാണക്കേടാ. വല്യേട്ടന്റെ സെലക്ഷൻ ആണെങ്കിൽ ഏറ്റവും വില കുറഞ്ഞതായിരിക്കും ഉറപ്പാ. 2 ദിവസം കൊണ്ട് നൂലൊക്കെ ഇളകി വരാൻ തുടങ്ങും. അവനിപ്പ എങ്ങോട്ട് പോയെന്ന് വല്ല വിവരമുണ്ടോ? ചിലപ്പോ അഭിലാഷിനെ കാണാൻ പോയതാവും. അഭിലാഷായിട്ട് നോക്കിയെടുക്കുന്ന സാരി വല്ല സർക്കസ് കോമഡികൾക്കും ചേരും. അത് പോരല്ലോ. നമ്മളാരും കൂടെ പോയില്ലെങ്കിലും ആതിര ചേച്ചിയെ കൂട്ടി പോയാലും മതിയായിരുന്നു. നീ പറഞ്ഞത് നേരെ അനു. അവൻ അവളുമായി കുറെ സമയം ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാ. ചിലപ്പോ ഈ കാര്യവും പറഞ്ഞു കാണും. എന്താ സീരിയസ് ഡിസ്കഷൻ വല്ലതും ആണോ? ഞാൻ ഇവരോടെ ഒരു കഥ പറയാൻ തുടങ്ങിയതാ. നീയും കേട്ടു. പണ്ട് നിന്റെ മുത്തച്ഛന്റെ കൂടെ കല്യാണത്തലേന്ന് സാരി വാങ്ങാൻ പോയിട്ടേ ഒടുവില് നാണം കെട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് മുത്തശ്ശന് പിന്നാലെ ഓടി അവിടുന്ന്. കാലം മാറി അച്ഛമ്മേ. ആതിര ചേച്ചി അങ്ങനെ ഇറങ്ങി ഓടാനൊന്നും പോകുന്നില്ല. നാളത്തേക്ക് ആതിരയ്ക്ക് ഒരു സാരി വാങ്ങുന്ന കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോഴാ അമ്മയുടെ ഒരു പഴം പുരാ. എന്നാലും ഈ ഹരി എവിടെ പോയി? ഞാനൊന്ന് ഫോൺ ചെയ്ത് നോക്കാം. ദേ ഹരിയേട്ടൻ വന്നല്ലോ. നീ ഇതെവിടെയായിരുന്നു ഹരി? കല്യാണത്തിന് നിശ്ചയത്തിനൊക്കെ പട്ടുസാരി വേണം, ആഭരണം വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെയുള്ള അന്ധവിശ്വാസമൊക്കെ മാറ്റേണ്ട കാലം എപ്പോഴേ കഴിഞ്ഞു. ആണും പെണ്ണും മുഖത്തോട് മുഖം നിന്ന് പെണ്ണിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടി ഒരു പൂമാല ഇട്ടാ മതി. അത്രയൊക്കെ വേണ്ടു കല്യാണത്തിന്. ഇതിപ്പോ അതിനു മുമ്പ് ഒരു നിശ്ചയം, സകല നാട്ടുകാരെയും വിളിച്ചുകൂട്ടി ഒരു സദ്യ, ഇതൊക്കെ വേസ്റ്റാ. ഇതൊക്കെ ആലോചിക്കുമ്പോ തന്നെ ഈ വിവാഹ മഹോത്സവം എന്ന പരിപാടി തന്നെ ഉപേക്ഷിക്കണം തോന്നും. ഒരാണിനും പെണ്ണിനും ഒരുമിച്ച് കുടുംബമായി ജീവിക്കാൻ എന്തിനാ ഇത്രയും ആർഭാടം? മനുഷ്യരൊക്കെ പുരോഗമിച്ചു എന്ന് പറയുന്നത് ആന വിഡിത്ത.